നമസ്കാരം. ദേവൂസ് ചാനലിൻ്റെ ജ്യോതിഷ വിഭാഗമായ പ്രദക്ഷിണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ചാനൽ ആദ്യമായി കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നതിലൂടെ ഈ ചാനലിൽ നിന്നുള്ള എല്ലാ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇനി ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. മേടം രാശിയിൽ രണ്ടാമത് വരുന്ന നക്ഷത്രമായ മനുഷ്യഗണത്തിൽപ്പെട്ട ഭരണി നക്ഷത്രത്തിൻ്റെ അധിപൻ ശുക്രനും രാശാധിപൻ ചൊവ്വയുമാണ്. രാശാധിപനായ ചൊവ്വയുടെ പൗരുഷവും കർക്കശ സ്വഭാവവും ഉള്ള ഈ നക്ഷത്രക്കാർ കാര്യങ്ങൾ പെട്ടെന്ന് ചെയ്തു തീർക്കാനുള്ള നിർബന്ധ ബുദ്ധിയുള്ളവരും ആത്മവിശ്വാസം കൂടുതലുള്ളവരും എടുത്തുചാട്ട സ്വഭാവം ഉള്ളവരുമാണ്. സ്വാർത്ഥമതികളായ ഇവർ എല്ലായ്പ്പോഴും സ്വന്തം ഇഷ്ടപ്രകാരം മാത്രം പ്രവർത്തിക്കുന്നവരാണ്. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹത്തോടെ പ്രവർത്തിക്കുന്ന സ്വഭാവക്കാരാണ് ഭരണി നക്ഷത്രക്കാർ. സ്വതന്ത്ര സ്വഭാവവും കോപശീലവും കൂടുതലായുള്ള ഇവർ തങ്ങളുടെ ഇഷ്ടങ്ങൾക്ക് വിപരീതമായി സംസാരിക്കുന്നവരോട് അങ്ങേയറ്റം വിരോധം കാണിക്കുന്നവരും കൊടുക്കൽ വാങ്ങലുകളിൽ കണിശത പുലർത്തുന്നവരുമാണ്. സത്യസന്ധതയും നീതിനിഷ്ഠയുമുള്ള ഇവർ മറ്റുള്ളവരുടെ സ്തുതി പാടുവാനോ ആരെയും പുകഴ്ത്തി കാര്യം നേടാനോ ശ്രമിക്കുന്നവരല്ല. പെരുമാറ്റത്തിൽ കർക്കശ സ്വഭാവമുണ്ടെങ്കിലും ആരെയും ഉപദ്രവിക്കാനോ മറ്റുള്ളവരുടെ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്താനോ ഇവർ ശ്രമിക്കാറില്ല. സംസാരത്തിലും പ്രവൃത്തിയിലും ആജ്ഞാശക്തിയും ഗാംഭീര്യവും അധികാരഭാവവും പ്രകടിപ്പിക്കുന്ന വലിയ അഭിമാനികളായി നക്ഷത്രക്കാർ നല്ല സൗന്ദര്യവും ആകാര ഭംഗിയുള്ളവരുമായിരിക്കും. ആത്മാഭിമാനത്തിന് കോട്ടം തട്ടുന്ന ഏത് കാര്യത്തിൽ നിന്നും വിട്ടുനിൽക്കുന്നവരുമാണ് ഭരണി നക്ഷത്രക്കാർ. ഇനി 2024 ഭരണി നക്ഷത്രക്കാരുടെ ഫലങ്ങൾ നമുക്ക് നോക്കാം. ജന്മരാശിയിൽ വ്യാഴം സഞ്ചരിക്കുന്ന വർഷാരംഭത്തിൽ ഈ നക്ഷത്രക്കാർക്ക് കർമ്മമേഖലയിൽ ഒട്ടനവധി നേട്ടങ്ങളുണ്ടാകുന്നതാണ്. പുതിയ ജോലിക്കും മറ്റും ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകുന്നതാണ്. നൂതന സംരംഭങ്ങൾ സാധ്യമാകുന്നതിലൂടെ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ഭാഗ്യസ്ഥാനത്തിൽ നിൽക്കുന്ന ശനിയുടെ സ്ഥാനം ഇവർക്ക് കൂടുതൽ സാമ്പത്തിക പുരോഗതിയും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിലും മറ്റും കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുന്നതാണ്. തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസത്തിന് ശ്രമിക്കുന്നവർക്ക് അതിന് പ്രവേശനം ലഭിക്കുന്നതാണ്. പ്രതികൂലമായ സാമ്പത്തിക അവസ്ഥകളെയൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ഭരണിക്കാർക്ക് വർഷാരംഭത്തിൽ സാധിക്കുന്നതാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായേക്കാം. പ്രധാനപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അങ്ങേയറ്റം ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തീരുമാനങ്ങൾ കൈക്കൊള്ളാവൂ. അല്ലാത്ത പക്ഷം അത് പല കുഴപ്പങ്ങളിലേക്കും ചെന്നെത്തിക്കുന്നു. വർഷമധ്യത്തോടെ ഗൃഹനിർമ്മാണം പൂർത്തീകരിക്കാൻ സാധിക്കുന്നതാണ്. ചെലവുകളെ നിയന്ത്രിച്ച് മുന്നോട്ട് പോകേണ്ടതാണ്. ഏറ്റെടുക്കുന്ന കാര്യങ്ങളൊക്കെ ഭംഗിയായി നിർവഹിക്കാൻ ഭരണി നക്ഷത്രക്കാർക്ക് 2023 സാധിക്കുന്നതാണ്. കൃഷിയിൽ നിന്നുള്ള ആദായം വർദ്ധിക്കും. പുതിയ സംരംഭങ്ങൾ പണം മുടക്കുന്നത് വളരെ ആലോചിച്ച് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ ആകാവൂ. പൊതുപ്രവർത്തകർക്കും രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും 2024 നേട്ടങ്ങൾ കാണുന്നുണ്ട്. സഹോദരങ്ങളുമായി കലഹത്തിന് സാധ്യത കാണുന്നു. വാഹനാപകടങ്ങൾ ഉണ്ടായേക്കാം. ആഗ്രഹങ്ങൾ പലതും സഫലീകരിക്കുന്നതിന് ഈ വർഷം സാധിക്കും. കാര്യക്ഷമതയുള്ള മികച്ച ജോലിക്കാരെ കണ്ടെത്തി ബിസിനസ് സ്ഥാപനങ്ങൾ വിപുലീകരിക്കാൻ സാധിക്കുന്നതാണ്. അപ്രതീക്ഷിതമായി ധനം കൈവശം വന്നു ചേരുന്നതാണ്. വാഹനാപകടങ്ങളിലും മറ്റും പെട്ട് ശരീരത്തിൽ ചതവുകളോ ക്ഷതങ്ങളോ ഉണ്ടാകുന്നതാണ്.
മാതാവിൻ്റെ രോഗവുമായി ബന്ധപ്പെട്ട് ആശുപത്രിവാസം വേണ്ടി വന്നേക്കാം. കുടുംബാംഗങ്ങളുമൊത്ത് തീർത്ഥാടന സ്ഥലങ്ങളും ആരാധന ദർശനങ്ങളും നടത്തുന്നതാണ്. ഇൻ്റർവ്യൂ, പരീക്ഷകൾ എന്നിവയിൽ മികച്ച വിജയം നേടാൻ സാധിക്കും. വിദ്യാഭ്യാസ ലോണുകളും മറ്റ് ബാങ്ക് വായ്പകളും പാസ്സാക്കി കിട്ടുന്നതാണ്. വർഷം മധ്യത്തോടെ പുതിയ വാഹനം വാങ്ങാൻ സാധിക്കുന്നതാണ്. ചെലവുകൾ അധികരിച്ചു വരുന്നതാണ്. തൊഴിലിടങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ സാധിക്കും. സർക്കാർ ജോലിയിൽ മറ്റും പ്രവേശിക്കുന്നതിന് ഈ വർഷം സാധ്യത കാണുന്നു. ആത്മീയ കാര്യങ്ങളിലും സന്നദ്ധ പ്രവർത്തനങ്ങളിലും മറ്റും കൂടുതലായി ഏർപ്പെടുന്നതാണ്. ജീവിതശൈലി രോഗങ്ങൾ വന്നു ചേരാം. ശാസ്ത്ര സാങ്കേതിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നേട്ടങ്ങളുണ്ടാകും. പുനർവിവാഹത്തിന് ശ്രമിക്കുന്നവർക്ക് അത് സാധ്യമാകും. ആഡംബരങ്ങൾക്കായി അമിതമായി ധനം ചെലവഴിക്കേണ്ടി വരുന്നതാണ്. കേസുകളിലും മറ്റും പരാജയമുണ്ടായേക്കാം. സ്ത്രീകളാൽ വഞ്ചിക്കപ്പെടുന്ന സാഹചര്യമുണ്ടാകും. വർഷാവസാനത്തോടെ കഷ്ടപ്പാടുകളും അലച്ചിലുകളും ഏറി വരുന്നതാണ്. ഉദരരോഗങ്ങളും ശിരോരോഗങ്ങളും വർദ്ധിക്കും. കൂട്ടു ബിസിനസ്സിലും മറ്റും നഷ്ടങ്ങളുണ്ടാകും. ബന്ധുക്കളുമായി കലഹങ്ങളുണ്ടാവുകയും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുന്നതുമാണ്. ഭരണി നക്ഷത്രത്തിന് പ്രതികൂലമായി പറഞ്ഞിട്ടുള്ള രോഹിണി, തിരുവാതിര, പൂയം, വിശാഖം, നാലാപാദം, അനിഴം, തൃക്കേട്ട നക്ഷത്രക്കാരുമായുള്ള കൊടുക്കൽ വാങ്ങലുകളും ഇടപാടുകളും കഴിവതും ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഇവരുമായുള്ള സാമ്പത്തിക ഇടപാടുകളോ വിവാഹം പോലെയുള്ള മംഗളകർമ്മങ്ങളോ ഒഴിവാക്കാൻ കഴിവതും ശ്രദ്ധിക്കുക. ഭരണി നക്ഷത്രക്കാർ ചന്ദ്രൻ, രാഹു, ശനി എന്നീ ഗ്രഹങ്ങളുടെ ദശാകാലങ്ങളിൽ ദോഷപരിഹാര കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് വഴി ഗുണഫലങ്ങൾ വന്നു ചേരുന്നതായിരിക്കും. ഐശ്വര്യപ്രാപ്തിക്കായി മഹാലക്ഷ്മിയെയും അന്നപൂർണേശ്വരിയെയും ഭജിക്കുക. ചൊവ്വ, വെള്ളി ദിവസങ്ങളും ഭരണി നക്ഷത്രവും ഒത്തുചേർന്ന് വരുന്ന ദിവസങ്ങളിൽ വ്രതാനുഷ്ഠാനങ്ങൾ നടത്തുന്നത് ദോഷങ്ങളാറ്റുന്നതാണ്. ശുക്രപ്രീതിക്കായി മന്ത്രങ്ങൾ ജപിക്കുകയും വഴിപാടുകൾ നടത്തുകയും ചെയ്യുക.